ഓക്കെ, നമ്മൾ കെ സ്മാർട്ടിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇ ഫയലിംഗ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇ ഫയലിംഗ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ INDMS നമുക്ക് ഇ ഫയലിംഗ് ആയിരുന്നില്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അവിടെ ഇ ഫയലിംഗ് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇ ഫയലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും അവരുടെ അപേക്ഷയും ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ്. അതാണ് നമ്മൾ കെ സ്മാർട്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് അപേക്ഷ നൽകണമെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് നൽകാൻ കഴിയുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പൗരന് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. അതൊരു വലിയൊരു കാര്യമല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവർക്കും തന്നെ ഫോൺ ഉപയോഗിക്കുന്ന മുഴുവൻ പേർക്ക് തന്നെ സ്വന്തമായി അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും സ്വന്തം അക്കൗണ്ട് ഉണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന മുഴുവൻ പേർക്കും സ്വന്തം ഇമെയിൽ ID ഉണ്ട്. അവർക്കൊക്കെ മിക്കവാറും എല്ലാവർക്കും തന്നെ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം അവരുടെ സ്വന്തം അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകളുടെ പ്രത്യേകതയെ നിങ്ങൾക്ക് അറിയാം. ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്കിൽ പ്രതികരണം എഴുതാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് വാട്സപ്പിലും. അപ്പോൾ സ്വന്തം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിൽ ID വരെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതേ സാഹചര്യം തന്നെയാണ് നമ്മൾ കെ സ്മാർട്ടിലും കൊണ്ടുവന്നിട്ടുള്ളത്. സ്വന്തം അക്കൗണ്ട് കെ സ്മാർട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എടുത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ കുറച്ച് വിവരങ്ങൾ, ബേസിക് വിവരങ്ങൾ നമ്മൾ ഓരോ അപേക്ഷ നൽകുമ്പോഴും നൽകപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഓൺലൈനാണെങ്കിൽ INDMSലാണെങ്കിൽ നമ്മൾ കെട്ടിട നമ്പർ ഇടാനായിട്ട് ഒരു അപേക്ഷ തന്നാൽ അവിടെ നമ്മുടെ വിവരങ്ങളെല്ലാം ചേർക്കേണ്ടതുണ്ട്. പിന്നീട് അത് ഒരു പ്രോപ്പർട്ടി ടാക്സ് കാൽക്കുലേഷൻ ആണെങ്കിൽ പിന്നെയും ഞാൻ അപേക്ഷ തരുന്നയാൾ രാജേഷാണ്, എന്റെ വീട് ഇവിടെയാണ്, എന്റെ വീട്ടുപേര് എന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തരേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ വരെ വീണ്ടും നൽകേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ടിൽ ഉള്ള ആൾ ആരാണെന്ന് സിസ്റ്റത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാം. അപ്പൊ ആ ബേസിക് വിവരങ്ങൾ നമുക്ക് തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നത്. അതിനാണ് നമുക്ക് ഇ ഫയലിംഗ് എന്നുള്ള സംവിധാനം ഇതിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏത് അപേക്ഷയും നമുക്ക് സ്വന്തം അക്കൗണ്ടിലൂടെ മാത്രമാണ് സമർപ്പിക്കാൻ കഴിയുക. പിന്നെ നമ്മുടെ കെ സ്മാർട്ടിലെ ബിൽഡിംഗ് പെർമിറ്റ് മൊഡ്യൂളിന്റെ സവിശേഷമായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DCR എന്ന് പറയുന്ന ഒരു, ഞങ്ങളതിനെ റൂൾ എഞ്ചിൻ എന്ന് വിളിക്കുന്നു, ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഇതിന്റെ പ്ലാൻ എല്ലാം പ്രോസസ് ചെയ്യുന്നത്, പ്ലാൻ എല്ലാം പരിശോധിക്കുന്നത്. അവിടെ വാക്കിന്റെ സാങ്കേതികത്വം നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് റൂൾസിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ പ്ലാനിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ DCR എന്ന്, അഥവാ ഞങ്ങൾ റൂൾ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യം. അതിന്റെ ചുരുക്കെഴുത്ത്, അതിന്റെ ഒരു അബ്രിവേഷൻ ഡെവലപ്മെന്റ് കൺട്രോൾ റെഗുലേഷൻസ് എന്നാണ് DCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അതിന്റെ അബ്രിവേറ്റഡ് ഫോമാണ് ഈ DCR. ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയതുകൊണ്ട് ഈ DCR എന്ന് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഡിജിറ്റലി കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി സംവിധാനം എന്ന് വെച്ചാൽ നിയമങ്ങളെല്ലാം കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ആ സെറ്റ് ഓഫ് റൂൾസിനെ എടുത്ത് ഡിജിറ്റൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സിസ്റ്റത്തിലേക്ക്. അപ്പൊ സിസ്റ്റം അത് പരിശോധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണെങ്കിൽ സിസ്റ്റം അത് പരിശോധിച്ചിരിക്കും. അപ്പൊ ഡ്രോയിങ് വരയ്ക്കുന്നതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ആ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുക. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ വരച്ച് ഇതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ആ കാര്യം പരിശോധിച്ചിട്ട് റൂൾ അനുസരിച്ചിട്ടാണോ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് റൂൾ അനുസരിച്ചിട്ടാണോ എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട്. പിന്നെ നമ്മൾ കെ സ്മാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റിന്റെ ഒരു സംവിധാനം നമുക്ക് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 2021 മുതൽ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ്. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തിൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഇതിനോടകം എടുത്തിട്ടുണ്ടാകാം. കെ സ്മാർട്ട് വരുന്നതിന് മുമ്പും നമുക്ക് സംഘത്തിലൂടെയാണെങ്കിലും സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് പ്രയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ചില പഞ്ചായത്തുകളിൽ നിന്ന് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ചട്ടങ്ങളിൽ, നമ്മുടെ ചട്ടപ്രകാരം റൂൾ 4 പ്രകാരം ലോ പേഴ്സൺ ഷാൽ കൺസ്ട്രക്ട് ലോ റിസ്ക് ബിൽഡിംഗ് വിത്തൗട്ട് ഒബ്റ്റൈനിങ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റിന്റെ ഭാഗമായിട്ടുള്ള അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഇല്ലാതെ ആരും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ 4ാം ചട്ടത്തിൽ പറയുന്നത്. എസൻഷ്യാലിറ്റി ഓഫ് പെർമിറ്റ് എന്നുള്ളതിൽ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോ റിസ്ക് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ട് അവിടെ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ആണ് നിർബന്ധമായിട്ടും എടുക്കേണ്ടത്. അതിനുള്ള ഒരു സംവിധാനം നമ്മൾ കെ സ്മാർട്ടിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോ റിസ്ക് ബിൽഡിംഗ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡെഫിനേഷനകത്ത് തന്നെ ഉണ്ട്. അത് കെട്ടിട നിർമ്മാണ ചട്ടം കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ക്ലാർക്ക്മാരെന്നുള്ള നിലയിൽ നിങ്ങൾ പലവട്ടം പുസ്തകത്തിലൂടെ പോയിട്ടുണ്ടാവും. ലോ റിസ്ക് ബിൽഡിംഗ് എന്താണെന്നൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചിട്ടാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് വരിക. നമ്മളിവിടെ ഒരു ചെറിയ ഇളവ് 2 മാസക്കാലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. 2 മാസക്കാലത്തേക്ക് നിങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പെർമിറ്റ് ലോ റിസ്ക് ബിൽഡിംഗിന്റെ കാര്യത്തിൽ നിർബന്ധമാണ് എന്നുള്ള
ആ വ്യവസ്ഥ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോയിങ് ഞാൻ പറഞ്ഞു, ഡ്രോയിങ് ഒരു പ്രത്യേകമായിട്ട് പരിശീലനം കിട്ടിയാൽ മാത്രമേ ഇത് വരച്ച് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ ഒരു പരിശീലനം നമ്മുടെ ലൈസൻസുകൾക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് വരയ്ക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി 2 മാസക്കാലം നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സർട്ടിഫൈഡ് ആയിട്ട് പെർമിറ്റ് എടുക്കാം. എന്നാൽ അങ്ങനെയുള്ള ലോ റിസ്ക് ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് 2 മാസക്കാലത്തേക്ക് സെൽഫ് സർട്ടിഫൈഡ് അല്ലാത്ത രീതി, അതായത് സിസ്റ്റം സ്ക്രൂട്ടറൈസ് ചെയ്യാതെ വെറുതെ PDF പ്ലാൻ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിന് വ്യത്യാസമില്ല. അങ്ങനെ 2 തരത്തിൽ വന്നാലും നമുക്ക് പരിശോധിക്കേണ്ട എല്ലാ ഘടകങ്ങളും അവിടെ പരിശോധിക്കാനുള്ള സാധ്യത എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, ലൈസൻസുകളെയാണ് ബാധിക്കുന്ന കാര്യം. നമുക്ക് അവിടെ ഇനിയിപ്പം അത് പിന്നെ EDCR ആണോ സ്ക്രൂട്ടറൈസ് ചെയ്തത്, അതല്ല PDF ഡ്രോയിങ് ആണോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ബാധകമാകുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇതിലൊക്കെയുള്ള യൂസേഴ്സ് ആണ് ഈ ബിൽഡിംഗ് പെർമിറ്റിന്റെ മൊഡ്യൂളിന്റെ ഉപയോക്താക്കൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ അപേക്ഷകരാണ് ഒന്ന്. അപ്പൊ അപേക്ഷകരുടെ ഭാഗത്തു നിന്ന് അപേക്ഷകർക്ക് അപേക്ഷ തരാൻ കഴിയണം. അപേക്ഷ തരുമ്പോൾ നമുക്കറിയാം ആ അപേക്ഷയിന്മേൽ ലൈസൻസി എന്നുള്ള ഒരു സംവിധാനവും കൂടെ ഉണ്ട്. ലൈസൻസി അതായത് അപേക്ഷകൻ കൂടാതെ ഒപ്പുവെക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. നമ്മുടെ അപേക്ഷകൻ അല്ലാതെ വേറെ ഒരാളും കൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ലൈസൻസി. അപ്പൊ നമുക്കറിയാം ലൈസൻസിയുടെ ഒപ്പും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അപേക്ഷ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സംവിധാനത്തിൽ നമുക്ക് ലൈസൻസിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഡീറ്റെയിൽസ്ഡ് അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത ഒപ്പൊന്നുമല്ല നമ്മളിവിടെ വെക്കുക. അവരുടെ ഒപ്പ് നമ്മൾ സിഗ്നേച്ചറാണ് മേടിക്കുക, ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ് നമ്മൾ മേടിക്കുക. ക്ലർക്കുമാരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇത് കൈകാര്യം ചെയ്യുന്ന ക്ലർക്കുമാരും വെരിഫയർമാരും. അപ്പോൾ ഇതിനകത്ത് പിന്നെ ആര് കയറുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ക്ലർക്കുമാരുടെ ആ സ്ക്രീനുകളാണ് കൂടുതൽ സ്ക്രീനുകളാണ് കൂടുതൽ പ്രാധാന്യം നൽകി കാണിക്കുന്നത്. രണ്ടിലും കയറുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ദിവസം ക്ലർക്കുമാരെല്ലാവരും കയറിയെന്ന് ഉറപ്പുവരുത്തുന്നത് അവരെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂസേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതില് യൂസേഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ അപേക്ഷകർ. പിന്നെ ഞാൻ പറഞ്ഞു അപേക്ഷയിൽ ഒപ്പ് വെക്കുന്നതിനായിട്ട് ലൈസൻസുകളുണ്ട്. അപ്പൊ ആ ലൈസൻസിയുടെ ഒപ്പ് നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ടാണ് വാങ്ങുന്നത്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ട് ആ OTP വെച്ച് വാലിഡേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈസൻസുകളെല്ലാം നമ്മൾ ഒരു ഉപയോക്താവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരും ഇതിന്റെ ഉപയോക്താവാണ്. അവർ രണ്ടുപേരും ആദ്യത്തെ സൈഡിലെ യൂസേഴ്സ് ആണ്, അവിടെ ലൈസൻസിയും ആപ്ലിക്കന്റും. പിന്നെ നമുക്കറിയാം കേസ്മാർട്ടിന്റെ സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേസ്മാർട്ടിന്റെ ഹോം സ്ക്രീൻ എടുക്കുമ്പോൾ തന്നെ അവിടെ 3 തരത്തിലുള്ള ലോഗിൻസ് ആണ് കാണുക. 1 സിറ്റിസൺ, 2 എംപ്ലോയി, 3 ഓർഗനൈസേഷൻ എന്നുള്ളത്. അതിലെ ആ 3 ലോഗിൻ സ്ക്രീനുകളും ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂൾ ആണ് ബിൽഡിംഗ് പെർമിറ്റ് മൊഡ്യൂൾ. എല്ലാ മൊഡ്യൂളിലും അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റ് മൊഡ്യൂളിൽ ആ 3 മൊഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് സിറ്റിസന്റെ കാര്യം നമുക്കറിയാം. ഇനി ലൈസൻസി കയറുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഓർഗനൈസേഷൻ എന്നുള്ള ലോഗിനിലൂടെയാണ് ലൈസൻസി ഇതിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പിന്നെ എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന്റെ ലോഗിൻ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവനക്കാരാണ്. നമ്മളെല്ലാവരും എംപ്ലോയീസിന്റെ ലോഗിൻ ഉപയോഗിച്ചാണ് കേസ്മാർട്ടിലേക്ക് പ്രവേശിക്കുക. അതിന് നമുക്ക് നമ്മുടെ ഉപയോക്തൃനാമം എന്ന് പറയുന്നത്, യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പറാണ്. പെൻ നമ്പറും പ്രവേശനം നമുക്ക് OTP വഴി തന്നെയാണ്. മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP ആണ് നമ്മൾ പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് കേസ്മാർട്ടിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. 4 തരം യൂസേഴ്സ് ഉണ്ട്. അവരെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒന്ന് നമ്മുടെ ഫയൽ ഫ്ലോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫയൽ എങ്ങനെ ഏത് രീതിയിലാണ് പ്രോസസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് കേസ്മാർട്ടിൽ ബിൽഡിംഗ് പെർമിറ്റ് മൊഡ്യൂളിൽ നമ്മൾ നൽകുന്ന സർവീസസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടാനുള്ളത്. അപ്പൊ ഈ ഫയലിംഗ് ഞാൻ പറഞ്ഞു ലൈസൻസിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഫയലിംഗിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫയലിംഗ് നമ്മുടെ ഒരു അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈസൻസിയുടെ ഭാഗത്തു നിന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ അപ്പൻഡിക്സ് A നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപേക്ഷ കൊടുക്കുന്ന ഫോറം. അപേക്ഷ കൊടുക്കുന്ന ഫോറത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ കിട്ടുന്നതാണെങ്കിലും അടിയിൽ ഒപ്പുവെക്കുന്നത് മാത്രമാണ് ഈ അപേക്ഷകൻ ഒപ്പുവെക്കുക. ബാക്കി ആ ഫോറം മുഴുവൻ പൂരിപ്പിക്കുന്നതും ലൈസൻസി ആയിരിക്കും. കാരണം അപേക്ഷകനെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങളല്ല ആ ഫോറത്തിലുള്ളത്. ഒപ്പുവെക്കുന്നത് അപേക്ഷകനാണെങ്കിൽ അത് പൂരിപ്പിക്കുന്നത് ലൈസൻസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈസൻസിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈസൻസി അതിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്കറിയാം ഒരു കെട്ടിടത്തിന്റെ സംബന്ധിച്ചിട്ട് ഒരു പ്ലാൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ വലിപ്പത്തിനും സ്വഭാവത്തിനും ഒക്കെ അനുസരിച്ച് ഈ ലൈസൻസിയുടെ യോഗ്യതകളും അവരുടെ ഗ്രേഡിങ്ങും ഒക്കെ മാറ്റമുണ്ട്. സൂപ്പർവൈസർ B മുതൽ ടൗൺ പ്ലാനർ A അല്ലെങ്കിൽ എഞ്ചിനീയർ A വരെയുള്ള വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈസൻസുകളുണ്ട്. അവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചും എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും വിവിധ വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ നിർമ്മിത വിസ്തൃതിയിലുള്ള ബിൽഡപ്പ് ഏരിയയുടെ കണക്കിൽ വിവിധ സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സ്ലാബുകളിലുള്ള ഡ്രോയിങ്സ് മാത്രമാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് അവർ അപേക്ഷ തരുന്നു. ആ അപേക്ഷ തരുമ്പോൾ അതിന്റെ കൂടെ അവരുടെ ലൈസൻസി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതായത് ഐഡന്റി കാർഡ് കോപ്പി ആയിരിക്കും ഒരു പക്ഷേ തരിക. ആ ഐഡന്റി കാർഡ് കോപ്പിയിൽ അവരുടെ ഗ്രേഡ് ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്താനുള്ള കാര്യമുണ്ടോ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്താനുള്ള ക്ഷമതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. പക്ഷേ കേസ്മാർട്ടിൽ നമ്മൾ അവിടെ ഒരു ഇന്റലിജൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് അതത് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസുകളിലാണ്.
അപ്പോൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിവരങ്ങളെല്ലാം ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലുള്ള രജിസ്റ്ററിലുണ്ട്. ആ രജിസ്റ്റർ ഇപ്പോഴും മാനുവലായിട്ട് തയ്യാറാക്കുന്ന രജിസ്റ്ററാണ്, അത് ഒരു ഇലക്ട്രോണിക് രജിസ്റ്റർ അല്ല. അപ്പോൾ ആ ഇലക്ട്രോണിക് രജിസ്റ്റർ മാനുവൽ രജിസ്റ്ററിലെ എല്ലാ വിവരങ്ങളും നമ്മൾ മറ്റൊരു സംവിധാനത്തിൽ, ഒരു ലെഗസി ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ട്, അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടുവന്ന് മുഴുവൻ ലൈസൻസുകളുടെ പേര് അതിലേക്ക് കൊണ്ടുവരിക. അത് ലൈസൻസി തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. ലൈസൻസ് തന്നെ അവരുടെ മൊബൈൽ നമ്പറിലൂടെ അതിൽ പ്രവേശിച്ചിട്ട് അവരുടെ വിവരങ്ങൾ അതിൽ ചേർക്കുന്നു. ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററുമായിട്ട് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഒത്തുനോക്കിയിട്ട് അതിനെ അപ്രൂവ് ചെയ്തു. അങ്ങനെ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലൈസൻസിക്ക് മാത്രമാണ് കെ-സ്മാർട്ടിൽ ഈ പ്ലാൻ വരയ്ക്കുന്നതിനായിട്ട് ഇതിനകത്ത് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. ഒരു ഓർഗനൈസേഷൻ ലോഗിലൂടെയാണ് അവർ പ്രവേശിക്കുക. അപ്പൊ അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒന്ന്, ഈ ലൈസൻസിയുടെ വിവരങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽസ്ഡ് ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലൈസൻസിയുടെ യോഗ്യത എന്താണെന്ന് സിസ്റ്റത്തിന് അറിയാം, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ യോഗ്യതയ്ക്കനുസൃതമായി ഏതൊക്കെ പ്ലാനുകൾ സാക്ഷ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ളത് സിസ്റ്റം അപ്പം തന്നെ അവിടെ നോക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒന്ന്, അവരുടെ രജിസ്ട്രേഷന്റെ കാലാവധി, ഏത് കാലാവധി വരെയാണ് അവർക്ക്, ഏത് തീയതി വരെയാണ് അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളത്, വാലിഡ് രജിസ്ട്രേഷൻ ഉള്ളത് എന്ന് ആ സിസ്റ്റം നോക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഒരു പരിശോധന ഈ ലൈസൻസിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് നടത്തേണ്ടതില്ല. അപ്പൊ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉള്ള ഒരാൾ മാത്രമേ ഇതിൽ പ്രവേശിക്കാൻ കഴിയൂ. ഒന്ന്, കാരണം അവരുടെ വാലിഡിറ്റിയുടെ പീരീഡ് കഴിയുന്ന ദിവസം അവർക്ക് ആക്സസ് നിഷേധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് നിഷേധിക്കപ്പെടും. അപ്പോൾ ഒരു ആക്സസ് ഉള്ള ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കയറിയാൽ അവർക്ക് ക്ഷമതയുള്ള, അവർക്ക് ഏതൊക്കെ വരയ്ക്കാനാണ് 300 ചതുരശ്ര മീറ്റർ വരെയുള്ളതാണ്. ഇപ്പോൾ സൂപ്പർവൈസർ ബി ആണ്, അതിനപ്പുറമുള്ള ഒരു ഡ്രോയിങ് അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 2 കാര്യങ്ങൾ സിസ്റ്റം തന്നെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെയും ഒപ്പ് നമ്മൾ ശേഖരിക്കുന്നത് അവരുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP-യിലൂടെയാണ്. ഈ സിഗ്നേച്ചർ ആണ് എടുക്കുക. പിന്നെ ഓണർ കാര്യം ഞാൻ പറഞ്ഞു. ഓണർ ഒന്നിലധികം ഓണേഴ്സ് വരുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. എല്ലാ ഓണറും അവരുടെ ഒപ്പുവെച്ച് ഈ സിഗ്നേച്ചറിൽ വെച്ച് വേണം ഇത് സാക്ഷ്യപ്പെടുത്താൻ, അങ്ങനെ വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പം ഒരുപക്ഷെ വിദേശത്തോ അല്ലെങ്കിൽ OTP കിട്ടാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാത്തവരൊക്കെ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. 4 ഓണേഴ്സിൽ ഒരാൾ വിദേശത്താണെങ്കിൽ അത് നാട്ടിലുള്ളയാളെ ചുമതലപ്പെടുത്താം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒപ്പ് വയ്ക്കാനായിട്ട്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മാനുവലി നാട്ടിൽ ചെയ്യുന്ന കാര്യം. ആ സാക്ഷ്യപ്പെടുത്തൽ, ആ ചുമതലപ്പെടുത്തൽ നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചോ അതോ അല്ലെങ്കിൽ വെള്ളപ്പേപ്പറിൽ എഴുതി സാക്ഷികൾ ഒപ്പുവെച്ചോ ഒക്കെ നൽകാം. അത്തരത്തിലുള്ള സമ്മതപത്രം നമ്മുടെ കെ-സ്മാർട്ടിൽ നൽകാൻ കഴിയും. നാട്ടിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കുന്നത് കെ-സ്മാർട്ടിലും സാധ്യമാണ്. ഇവരുടെയും ഈ സിഗ്നേച്ചർ തന്നെയാണ് നമ്മൾ എടുക്കുക. ഇവിടെ ഒന്നും ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ പിന്നെ ഒപ്പ് സ്കാൻ ചെയ്തൊന്നും അല്ല എടുക്കുക. മൊബൈൽ ഫോണിലേക്ക് OTP സെൻഡ് ചെയ്തിട്ടുള്ള സിഗ്നേച്ചറാണ് അവരുടെ ലോഗിനിൽ നിന്ന് അവർ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം തരുന്നുണ്ട്. ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് തരാനേ നിർവാഹമുള്ളൂ. അങ്ങനെ തരുന്ന ഡോക്യുമെന്റ്സിന്റെ ആധികാരികത അത് ഇപ്പൊ നമ്മുടെ NGOസിലാണെങ്കിലും നമ്മൾ ഫ്രണ്ട് ഓഫീസിലൊക്കെ പരിശോധിച്ചിട്ടാണ് എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ അവരുടെ ലോഗിനിൽ നിന്നും അവർ നേരിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം അതിനകത്ത് ടൈറ്റിൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആധാരം ഒറിജിനൽ ആണോ അല്ലയോ എന്ന് ഇപ്പൊ നമുക്ക് അവർ ഒറിജിനൽ കൊണ്ടുവന്നിട്ട് ഒത്തു നോക്കാനുള്ള സാഹചര്യമില്ല. അതിനാരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് അതോടൊപ്പം ടൈറ്റിൽ ഡോക്യുമെന്റ്സിന്റെ കൂടെ നമുക്ക് ആധാരം പിന്നെ നമുക്ക് കൂടെ ഉള്ളത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ വെരിഫൈ ചെയ്യാവുന്ന മാതൃകയിലാണ് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിൽ നിന്നും പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ നമ്മുടെ ആധാരവുമായിട്ട് ഒത്തു നോക്കാം. അതിലെ ഡീറ്റെയിൽസ്, അതിലെ അളവും പിന്നെ അതുപോലെ തന്നെ ആളുടെ പേരും സർവേ നമ്പറും ഒക്കെ ആധാരമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആധാരമായിട്ട് നമുക്ക് ഒത്തു നോക്കാം. അതിൽ കാര്യമായ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പിന്നെ ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് ഉള്ളൊരു സ്റ്റാൻഡ് നമ്മൾ എടുക്കേണ്ട കാര്യം ഇതിനകത്തില്ല. കാരണം ആ ഡോക്യുമെന്റും നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് ക്രോസ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ തന്നെ നടത്താൻ പറ്റും. ആ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ കയറി നേരിട്ട് പരിശോധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അതോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ പ്ലാനുകളാണ്. പ്ലാനെല്ലാം പിന്നെ CAD വഴി വരയ്ക്കുന്ന പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അതിനെല്ലാം സിസ്റ്റം പരിശോധിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. ഡ്രോയിങ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് DXF എന്നുള്ളൊരു ഫോർമാറ്റിലാണ് സിസ്റ്റം പരിശോധിക്കുന്ന പ്ലാനുകളെല്ലാം കൊടുക്കുക. ഞാൻ പറഞ്ഞു അതിൽ 2 മാസത്തേക്ക് നമുക്ക് ഒരു ചെറിയ റിലാക്സേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. PDF പ്ലാൻ സബ്മിറ്റ് ചെയ്താലും മതിയാകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതോടൊപ്പം ഈ ഫയലിംഗ് ചെയ്യുന്നതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഏതെങ്കിലും അധികാരപ്പെടുത്തലുകൾ ഞാൻ പറഞ്ഞു നാട്ടിൽ ആള് ഇല്ലാത്ത കാര്യത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. മറ്റേതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഹാജരാക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അതർ ഡോക്യുമെന്റ്സ് ആയിട്ട് ഈ ഫയലിംഗിൽ തന്നെ ചെയ്യാം. അപേക്ഷ ഫീസ് അതുപോലെ തന്നെ പെർമിറ്റ് ഫീസ് 2 തരം പേയ്മെന്റ്സ് ആണ് നമുക്ക് വരിക. 2 പേയ്മെന്റും നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. നമുക്കറിയാം അപേക്ഷ ഫീസ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ തന്നെ നേരിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പൊ അപേക്ഷ ഫീസിന്റെ തുകയൊക്കെ ഈ കെട്ടിടത്തിന്റെ വലിപ്പവും ഒക്കെ കണക്കിലെടുത്തിട്ട് സിസ്റ്റം തന്നെയാണ് നിർണ്ണയിച്ച് നൽകുക എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത്, എത്ര രൂപയുടെ സ്ലാബിൽ പെട്ടതാണ് അപേക്ഷ ഫീസ്. അത് അവർക്ക് ഓൺലൈനായിട്ട്
അടച്ചുകൊണ്ട് നമ്മുടെ കെ സ്മാർട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും, അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇനി നമുക്കറിയാം സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് ആണെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് അപേക്ഷ ഫീസിനോടൊപ്പം തന്നെ നമ്മൾ പെർമിറ്റ് ഫീസും അടയ്ക്കേണ്ടതുണ്ട്. രണ്ടും അപ്പോൾ നമുക്ക് അവിടെ സാധ്യമാകും. പെർമിറ്റ് ഫീസ് അടച്ചു കഴിഞ്ഞാലാണ് അതും അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുക. ഇനി ഓൺലൈനായിട്ട് തന്നെ പൈസ അടയ്ക്കണമെന്ന് നിർബന്ധവും കേട്ടോ. ഏതെങ്കിലും എല്ലാം ഓൺലൈനായിട്ടാണ്. ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ പൈസ നേരിട്ട് ആരെങ്കിലും ക്യാഷുമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മേടിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. ആ സംവിധാനം അവിടുത്തെ ക്യാഷ് കൗണ്ടറിലുണ്ട്. നമ്മുടെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഡിമാൻഡ് നമ്പർ ഉണ്ട്. ഡിമാൻഡ് നമ്പർ ക്യാഷ് കൗണ്ടറിൽ ചേർത്തുകൊണ്ട് നമുക്ക് ആ റെസീറ്റ് അവിടെ പ്രിന്റ് ചെയ്യാൻ കഴിയും. ക്യാഷ് കൗണ്ടറിൽ വാങ്ങിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഓൺലൈൻ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം കാണിക്കാൻ പാടില്ല. ഓൺലൈനിൽ അടക്കാം, എന്നാൽ ആരെങ്കിലും ക്യാഷ് അവിടെ കൗണ്ടറിലാണ് കൊണ്ടുവരുന്നെങ്കിൽ അത് വാങ്ങാൻ ബാധ്യസ്ഥരാണ്. ക്യാഷ് മാത്രമല്ല ഏത് ഇൻസ്ട്രുമെന്റ് നമുക്ക് എടുക്കാം. നമുക്കറിയാം ചെക്കോ DD-യോ ഒക്കെ കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും ഈ ഡിമാൻഡ് നമ്പർ അവിടെ ചേർത്തുകൊണ്ട് ആ ഡിമാൻഡ് നമ്പറിന് അഗൻസ്റ്റ് ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റ് ചേർത്തുകൊണ്ട് നമുക്ക് അവിടെ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിയുന്നതാണ്. പണമെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ക്ലിക്കിൽ സബ്മിഷൻ സാധ്യമാണ്. നമ്മുടെ EDCR പ്രത്യേകത പ്രധാനമായിട്ടും ലോ റിസ്ക് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് EDCR മാത്രമായിട്ടുള്ള പരിശോധന. അവിടെ EDCR മാത്രമാണ് പരിശോധിക്കുക. അപ്പോൾ ലോ റിസ്ക് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ ഫുള്ളായിട്ടും സിസ്റ്റം തന്നെയാണ് പരിശോധിക്കുക. നിങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റിന്റെ ഒരു സംവിധാനത്തെ കുറിച്ച് എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റിന് ആണ് അപേക്ഷ നൽകുന്നതെങ്കിൽ അവിടെ പരിശോധകർ എന്ന് പറയുന്നതും അനുവാദകർ എന്ന് പറയുന്നതും ഈ ലൈസൻസിയും അപേക്ഷകരും മാത്രമാണ്. അതിനകത്ത് വേറെ ആരും പരിശോധിക്കുന്നില്ല. അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായാണ് ഈ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അപേക്ഷകന് എത്രമാത്രം അറിയാവുന്നുള്ള സംശയമൊന്നും പഞ്ചായത്തിലെ നമ്മുടെ ഉദ്യോഗസ്ഥർ എടുക്കേണ്ടതില്ല. അതൊക്കെ നിയമം അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പാലിക്കേണ്ട കെട്ടിട നിർമ്മാണ വ്യവസ്ഥകൾ ഏതാണെന്ന് അവർക്കറിയാം. അതനുസരിച്ചിട്ട് തന്നെയാണ് അവർ അപേക്ഷ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ ഒരു മറ്റു തരത്തിലുള്ള ഒരു പരിശോധനയുടെ ആവശ്യം നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല. ഇനി അവരെ സഹായിക്കാനായിട്ടാണ് ആ കൂട്ടത്തിൽ തന്നെ ലൈസൻസിയും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ ലൈസൻസിക്കും അത്യാവശ്യം അവരെ സംബന്ധിച്ച് പാലിക്കേണ്ട നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത്യാവശ്യമല്ല, എല്ലാ വ്യവസ്ഥകളും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് ഞാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പ്ലാനിൽ ആണ് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുക. അവിടെ ഒരു മേൽപരിശോധന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഒരു മേൽപരിശോധനയുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്ലാൻ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലായിരിക്കണം പ്ലാൻ തയ്യാറാക്കേണ്ടത്. അത് ടെക്സ്റ്റുവൽ ഡോക്യുമെന്റ് റൈറ്റിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ എൻട്രിയിൽ നിന്നല്ല സിസ്റ്റം പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. സിസ്റ്റത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ചില സവിശേഷമായ എൻട്രീസിലൂടെയാണ് സിസ്റ്റം അത് തിരിച്ചറിയുക. അപ്പം ഒരു CAD നമുക്ക് ഡ്രോയിങ് തയ്യാറാക്കാം. ഏത് CAD ഓപ്പൺ സോഴ്സിലുള്ള ഒരു CAD സംവിധാനം ഉള്ള ആർക്കും ഈ ഡ്രോയിങ് തയ്യാറാക്കാൻ കഴിയുന്നു. അങ്ങനെ തയ്യാറാക്കി വരുന്ന ആ CAD ഡ്രോയിങ്ങിനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം പരിശോധിക്കാനായിട്ട് മറ്റൊരു ഫോർമാറ്റിലേക്ക് ഡ്രോയിങ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് എന്നുള്ള DXF എന്നുള്ള ഒരു ഫോർമാറ്റിലേക്കാണ് നമ്മൾ അതിനെ മാറ്റുക. അങ്ങനെയുള്ള ആ പ്ലാനിനെയാണ് സിസ്റ്റം പരിശോധിക്കുക. അതിനൊരു 30 സെക്കൻഡ്സ് മതി സിസ്റ്റത്തിന്റെ പരിശോധന. ലൈസൻസിയുടെ ലോഗിലാണ് ഈ പരിശോധന എല്ലാം നടക്കുക. നമുക്ക് കാണാൻ പറ്റത്തില്ല, എംപ്ലോയീസിന്റെ ലോഗിലല്ല ചെയ്യുക. അവിടെ പരിശോധിച്ചതിന് ശേഷം അവിടെ എല്ലാ പാരാമീറ്റേഴ്സും ഒത്തു വന്നാൽ മാത്രമേ സിസ്റ്റം അതിനെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ തയ്യാറാകുള്ളൂ. അപ്പോൾ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ ഫുള്ളി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് സ്ക്രൂട്ടിനിയാണ്. സ്ക്രൂട്ടിനിക്ക് ശേഷം ഒരു റിപ്പോർട്ട് പ്രിന്റ് ആയിരിക്കും. സ്ക്രൂട്ടിൻ റിപ്പോർട്ട് കിട്ടും. ആ സ്ക്രൂട്ടിൻ റിപ്പോർട്ട് അടക്കമാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കപ്പെടുക. അപ്പോൾ നമുക്കാണെങ്കിലും ആ സ്ക്രൂട്ടിൻ റിപ്പോർട്ട് പരിശോധിക്കാം. അതിലെല്ലാ കാര്യങ്ങളും കെട്ടിട ചട്ടങ്ങളിലെ എല്ലാ വ്യവസ്ഥകളും റൂൾ ബൈ റൂൾ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പാലിക്കേണ്ട അകലം എത്രയാണ്, അത് പാലിച്ചിട്ടുണ്ടോ, റൂൾ ഇതെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ സിസ്റ്റം ഈ പ്ലാനിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിനെ സംബന്ധിച്ചിട്ട് ഈ ഓട്ടോമേറ്റഡ് സ്ക്രൂട്ടിനി വഴി എടുത്തിട്ടുള്ള സ്ക്രൂട്ടിനി റിപ്പോർട്ട് ആയിട്ടാണ് പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പൊ അവിടെ ഒരു പരിശോധന ആ കാര്യത്തിൽ പിന്നീട് വേണ്ടതില്ല. ഞാൻ പറഞ്ഞു ഓട്ടോമേറ്റഡ് സ്ക്രൂട്ടിനി ഇപ്പൊ നമ്മൾ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ലോ റിസ്ക് ആയിട്ടുള്ള സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം ഡ്രോയിങ്ങിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ കഴിയുന്ന പ്രൊവിഷൻസ് ഉള്ളത് ഈ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മളിപ്പോൾ മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുണ്ട്. മറ്റ് ലോ റിസ്ക് വിഭാഗങ്ങളിലെ കെട്ടിടങ്ങളെ സംബന്ധിച്ച് ഒരു 2 മാസത്തെ സാവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്ററാക്റ്റീവ് മോഡ് എന്നുള്ള ഒരു മോഡാണ് നമ്മൾ എടുക്കുക. ഓട്ടോമേറ്റഡ് അല്ല. ഇന്ററാക്റ്റീവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ലൈസൻസിയുടെ ലോഗിനിൽ നിന്നാണ് ചെയ്യുക. അവിടെ നിന്നും ഇന്ററാക്റ്റീവ് മോഡ് തന്നിരിക്കുന്നത് PDF ഡ്രോയിങ്സ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നമ്മുടെ ഉണ്ടാവില്ല. പ്ലാനിലെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ ഇവിടെ വികസിപ്പിച്ചിട്ടുള്ള സംവിധാനം വെച്ചിട്ട് നഗരസഭകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. നഗരസഭകളിലെല്ലാം ജെ ഒക്കുപ്പൻസി, ഇപ്പോൾ എ മുതൽ നമുക്കറിയാം ജെ വരെയുള്ള ഒക്കുപ്പൻസിയിലുള്ള കെട്ടിട വിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ ഒക്കുപ്പൻസി തിരിച്ചും കെട്ടിടങ്ങളുടെ നിയന്ത്രണ വ്യവസ്ഥകളിൽ മാറ്റം വരുന്നു. അങ്ങനെ ജെ ഒഴികെയുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും നിയന്ത്രണ വ്യവസ്ഥകൾ
നമ്മൾ ഈ സിസ്റ്റത്തെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ EDCRനെ വശമാക്കി വെച്ചിട്ടുണ്ട്. EDCRന് ജെ ഒഴികെയുള്ള എല്ലാ വിഭാഗം കെട്ടിടങ്ങളുടെയും സ്ക്രൂട്ടിനി നടത്തുവാൻ, അതായത് അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ അതിന്റെ സ്ക്രൂട്ടിനി നടത്താൻ പര്യാപ്തമാണ്. പക്ഷേ ഡ്രോയിങ് തയ്യാറാക്കാൻ ഇവർക്കുള്ള പരിശീലനത്തിന് പിന്നെ കുറച്ച് സമയവും കൂടെ വേണമെന്ന് ലൈസൻസുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ 2 മാസക്കാലത്തേക്ക് അവർക്ക് ആ ഒരു ഇളവ് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇന്ററാക്റ്റീവ് മോഡിൽ മാത്രം എടുക്കാൻ കഴിയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് കിണറുകൾ, കോമ്പൗണ്ട് വാൾസ്, അതിനൊക്കെ വേറെ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ബിൽഡിങ്ങിന്റെ റൂൾ അല്ല അതിനൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അവരൊക്കെ അതെല്ലാം നമുക്ക് അതിലെടുക്കാൻ ഇന്ററാക്റ്റീവ് മോഡിൽ എടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ റോ ബിൽഡിങ്സ്, പിന്നെ റൂൾ 72 പ്രകാരമുള്ള നിർമ്മാണങ്ങൾ, അതെല്ലാം നമുക്ക് ഇന്ററാക്റ്റീവ് മോഡിലാണ് എടുക്കാൻ കഴിയും. സെൻസിറ്റീവ് ബിൽഡിംഗ് പെർമിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ലോ റിസ്ക് വിഭാഗത്തിലുള്ള ബിൽഡിങ്ങുകൾക്കാണ് അത് വരിക. അപേക്ഷ തരിക എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് A1A അവരുടെ അപേക്ഷ ആയിരിക്കും, പ്രത്യേക ഒരു ഫോറമാണ്. അതിന്റെ കൂടെ അപ്പൻഡിക്സ് A1B എന്ന് പറയുന്ന ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൂടി അവർ തയ്യാറാക്കി തരേണ്ടതുണ്ട്. പ്ലാൻ DXO ഫോർമാറ്റിലായിരിക്കും. ഫീസ് നേരത്തെ തന്നെ അടയ്ക്കണം. ഇത് എല്ലാം അടച്ച് നമ്മൾ സിസ്റ്റം സ്ക്രൂട്ടിനൈസ് ചെയ്ത ഒരു പ്ലാനും ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ അവർക്ക് ആ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് അവർക്ക് കിട്ടുകയാണ്. സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റ് റെസീറ്റും അവരുടെ അവർ തന്നെ തയ്യാറാക്കുന്ന പെർമിറ്റാണ്. അതിലൊന്നും സെക്രട്ടറി ഒപ്പ് വെച്ചിട്ടില്ല. ആ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ സെക്രട്ടറിയുടെ ഒപ്പില്ല. അതിൽ ലൈസൻസിയും അപേക്ഷകനും മാത്രമാണ് ഒപ്പുള്ളത്. ആ ഒപ്പുള്ള സർട്ടിഫിക്കറ്റ് അവരുടെ ലോഗിനിലേക്ക് അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ വാട്സപ്പിലും പിന്നെ SMS ഡീപ്പ് ലിങ്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെർമിറ്റ് വ്യൂ ചെയ്യാൻ കഴിയും. ബാക്കി എല്ലാ കെട്ടിടങ്ങളെ സംബന്ധിച്ചും ഓട്ടോമേറ്റഡ് മോഡിൽ തരാം. പക്ഷേ പെർമിറ്റ് പഞ്ചായത്തിൽ നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പെർമിറ്റ് അനുവദിക്കുക. അവിടെ ഞാൻ പറഞ്ഞു 2 മാസത്തേക്ക് നമ്മൾ ഇന്ററാക്റ്റീവ് മോഡും കൂടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫീസ് അടച്ച് അപേക്ഷ തരാം. അതിനുശേഷം ഒഫീഷ്യൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്നുള്ള പരിശോധനയും കാര്യങ്ങൾ, പ്ലാനും അതുപോലെ തന്നെ സൈറ്റും പരിശോധിച്ചതിന് ശേഷം പെർമിറ്റ് പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഫീസ് അടയ്ക്കാൻ പറയും. പെർമിറ്റ് ഫീസ് അടച്ചതിന് ശേഷം ആണ് കൊടുക്കുക. യൂസേഴ്സ്, ഓഫീസിലെ യൂസേഴ്സ് എന്ന് പറയുന്നത് നാല് യൂസേഴ്സ് ആണ് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിലെ എല്ലാ മൊഡ്യൂളിലും ഉള്ളത്. നാല് യൂസേഴ്സ് ആണുള്ളത്. അപ്പോൾ അത് 4 യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ഓപ്പറേറ്റർ, പിന്നെ ഒന്ന് നമ്മുടെ ഫീൽഡ് എൻക്വയറി നടത്തുന്ന ഓഫീസർ. എൻക്വയറി ഓഫീസർ, വെരിഫയർ, അപ്രൂവർ എന്നിങ്ങനെ 4 യൂസേഴ്സ് ആണ് ഉള്ളത്. ഈ 4 യൂസേഴ്സിനെ അവിടെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ നേരത്തെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഓഫീസിൽ ആരൊക്കെയാണോ ഈ പദവി അല്ലെങ്കിൽ ഈ ജോലി ചുമതല ഏൽപ്പിക്കപ്പെട്ടവര്, അവരെ നിങ്ങൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് ചെയ്തിട്ടുള്ള റൂട്ടിലൂടെ മാത്രമേ നമ്മുടെ ഈ ഫയലിന്റെ ഫ്ലോ നമുക്ക് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിലെ സർവീസ് നമ്മൾ ഇവിടുന്ന് മാപ്പ് ചെയ്യുന്നതിന് ഫ്ലോയ്ക്ക് അനുസൃതമായിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റ് പ്രകാരം തന്നെയാണ് നിങ്ങളെല്ലാം മാപ്പ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ചില കാര്യങ്ങളിൽ നമുക്ക് എൻക്വയറി ഓഫീസറുടെ ആവശ്യമില്ല. ബിൽഡിംഗ് പെർമിറ്റിൽ ചില സർവീസുകൾ നമുക്ക് ചെയ്യുന്നതിന് എൻക്വയറി ഓഫീസറുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ OVA എന്ന് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലെല്ലാം OEBA എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേക തുടർ നടപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രമാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റർ മാത്രമാണ്. കാരണം അവിടെ എൻക്വയറി ഓഫീസർ ഇല്ല, വെരിഫയർ ഇല്ല, അപ്രൂവർ ഇല്ല. അവർ തന്നെയാണ് അപ്രൂവർ. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഫ്ലോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തുകൊണ്ടാണ് ചില ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ ഫയലിന്റെ ഫ്ലോ വരിക. ഇനി ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും വേറൊരു ആ ഓഫീസിൽ തന്നെ വേറൊരു ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തെങ്കിലും ഒരു റിപ്പോർട്ട് തേടേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഫയലിന്റെ ക്ലാസ്സിലേക്ക് ഇരുന്നിട്ടുള്ളവരാകും. അവിടെ നമുക്ക് റൂട്ട് ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലൂടെ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും വിവരം തേടണമെങ്കിൽ തേടാം. പക്ഷെ അദ്ദേഹം നമ്മുടെ നോർമൽ ഫയൽ ഫ്ലോയിലുള്ള ആളല്ല. അതുകൊണ്ട് ഫയൽ ഫ്ലോയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഫയലിൽ കിട്ടുന്ന എല്ലാ ടൂൾസും അവിടെ ലഭ്യമായിരിക്കില്ല. അദ്ദേഹത്തോട് നമുക്ക് റൂട്ട് ചേഞ്ച് വഴി കൊടുക്കുന്ന ഒരു ഫയലിന്മേൽ റൂട്ട് ചേഞ്ച് വഴി കിട്ടിയ ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ട വിവരം എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവിടെ മറ്റു തരത്തിൽ ഡിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാനോ അത്തരത്തിലുള്ള ടൂൾസ് ഒന്നും റൂട്ട് ചേഞ്ച് ചെയ്ത് കിട്ടിയ ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ബിൽഡിംഗ് പെർമിറ്റിലെ നമ്മുടെ ഈ മൊഡ്യൂളിനകത്തെ സർവീസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സും എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഓരോ യൂസറുടെയും ലോഗിനിൽ ഈ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് പരിചയപ്പെട്ട് വെക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു 4 യൂസേഴ്സ് ആണുള്ളത്. 1 ഓപ്പറേറ്റർ, 2 എൻക്വയറി ഓഫീസർ, 3 വെരിഫയർ, 4 അപ്രൂവർ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഒന്നാമത്തെ യൂസർ, അതായത് ഓപ്പറേറ്ററായിട്ട് വരിക ക്ലർക്കുമാരാണ്. അപ്പോൾ ആ ക്ലർക്കുമാർക്കുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നാൽ
അത്യാവശ്യം എൻക്വയറി ഓഫീസറുടെയും വെരിഫയറുടെയും അപ്രൂവ്ഡ് ആയിട്ട് സ്ക്രീൻ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഇനി നമ്മൾ നേരിട്ട് പോവുകയാണ്. അപ്പോൾ സർവീസസ് മാത്രം ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ സർവീസസ് കൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഈ പ്രോസസ്സ് വിശദമായിട്ട് കാണാം. ഓർഗനൈസേഷൻ ലോഗിനിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുക. അവരുടെ മൊബൈൽ നമ്പറും OTP കൊടുത്ത് ആണ് കയറുക. അവർക്ക് അവരുടെ ഹോം സ്ക്രീൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചേക്കുന്ന ഒരു കാർഡായിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിന്നെ ഫസ്റ്റ് സ്ക്രീൻ നോക്കാം. പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ് എന്നുള്ള കാർഡാണ് ആദ്യം നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ട സ്ക്രീൻ. അപ്പൊ അതിന് നോക്കുക. ഒന്ന് ബിൽഡിംഗ് പെർമിറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തുടങ്ങുന്നത് അവിടെ നിന്നുണ്ട്. അവിടെ പിക്ക് ചെയ്താണ് അതിലേക്ക് പോവുക. രണ്ടാമത്തെ നോക്കുക ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ. അപ്പൊ ഞാൻ പറഞ്ഞു ലോ റിസ്ക് ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പെർമിറ്റ് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അല്ലാത്ത ബിൽഡിങ്ങുകളെ, ലോ റിസ്ക് അല്ലാത്ത ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ട് ഇരിക്കുന്നത് പോലെയുള്ള പെർമിറ്റ് തന്നെയാണ്. അതിന് നമ്മൾ ആ ജനറൽ എന്നുള്ളൊരു വാക്ക് അവിടെ ചേർത്തിട്ടുള്ളത് ഇതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ജനറൽ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ബിൽഡിംഗ് റൂൾസിൽ ഇല്ല. പക്ഷെ നമുക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് തരം ബിൽഡിംഗ് പെർമിറ്റ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിൽഡിംഗ് പെർമിറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ബാക്കിയുള്ളതിന് നമ്മൾ ജനറൽ എന്ന് വിളിക്കുന്നു. പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും പിന്നെ ലൈഫ്, PMAY, അതുപോലെ പഞ്ചായത്തിന്റെ പദ്ധതികൾ, അതിലേക്ക് പെർമിറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന് നമുക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം അതിന് പ്രത്യേക വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സ്ക്രീനാണിത് ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ് എന്നുള്ളത്. അപ്പൊ അതിനുള്ള സാധ്യത നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം ഇതിൽ നിന്ന്, ഈ സ്ക്രീനിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. പിന്നെ എന്നുള്ളത് നമുക്കറിയാം, ഡെവലപ്മെന്റ് പെർമിറ്റ് ആണ് പഞ്ചായത്തിൽ നമ്മൾ കൊടുക്കുക. അത് പ്ലോട്ട് സബ്ഡിവിഷന് മാത്രമേ ഡെവലപ്മെന്റ് പെർമിറ്റ് അനുവദനീയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിന് നമ്മൾ ഡെവലപ്മെന്റ് പെർമിറ്റ് എന്ന് അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂ പെർമിറ്റ് ഫോർ പ്ലോട്ട് സബ്ഡിവിഷന് വേണ്ടി ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഈ സ്ക്രീനിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം ലൈസൻസിന്റെ സ്ക്രീനിലാണ് ഉള്ളത്. രണ്ടാമത്തെ കാർഡ് നമുക്ക് റെഗുലറൈസേഷൻ ആണ്. അപ്പൊ സങ്കേതം ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നവരായതുകൊണ്ട് നമ്മൾ സങ്കേതത്തിൽ നമുക്ക് പെർമിറ്റിനും റെഗുലറൈസേഷനും ഒക്കെ ഒരേപോലെയായിരുന്നു അപേക്ഷ വന്നിരുന്നത്. ശേഷം നമ്മൾ റെഗുലറൈസേഷൻ ആണെങ്കിൽ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് റെഗുലറൈസേഷൻ ആക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ കേസ്മാർട്ടിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം സാധ്യമല്ല. കാരണം നമ്മൾ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഡേറ്റ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർമിറ്റിന്റെ അതേ സ്ക്രീനിൽ നമുക്ക് റെഗുലറൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റെഗുലറൈസേഷൻ ഉള്ള അപേക്ഷയാണെങ്കിൽ പ്രത്യേകമായിട്ട് തന്നെ തരണം. ആ കാർഡിൽ നമ്മൾ 3 തരത്തിൽ റെഗുലറൈസേഷന്റെ അപേക്ഷകൾ വരാം എന്ന് പറഞ്ഞിട്ട് ആ 3 സ്ക്രീനുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഗുലറൈസ്ഡ് പെർമിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് റെഗുലറൈസ്ഡ് പെർമിറ്റ് എന്ന്. നമ്മളൊരു നിർമ്മാണം ആരംഭിച്ചു പോയി, പെർമിറ്റ് എടുക്കാതെ നിർമ്മാണം ആരംഭിച്ചു പോയി, എന്നാൽ ആ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമില്ല. പൂർത്തീകരിക്കുന്നതിന് നമുക്ക് പെർമിറ്റ് ആവശ്യമുണ്ട്. അപ്പൊ ആ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങിയ നിർമ്മാണം നമുക്കൊന്ന് ക്രമവൽക്കരിച്ച് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ സാഹചര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കേണ്ട രീതിയാണ് റെഗുലറൈസ്ഡ് പെർമിറ്റ് എന്നുള്ള ഒന്നാമത് കാണിച്ചിട്ടുള്ളത്. 2, നമുക്കറിയാം നിർമ്മാണം നടത്തുന്നതിന് പെർമിറ്റ് എടുത്തില്ല, പെർമിറ്റ് എടുക്കാതെ തന്നെ നിർമ്മാണം നടത്തി കംപ്ലീഷൻ ആയിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ പെർമിറ്റ് നൽകേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. കംപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെയുള്ള കാര്യത്തിൽ അവിടെ റെഗുലറൈസ്ഡ് കംപ്ലീഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കാരണം ഇതിനൊക്കെ ഫീസ് പലതരത്തിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ അതിനെ പ്രത്യേകം കാർഡുകളാക്കി മാറ്റിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു, അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പാർഷ്യൽ കംപ്ലീഷൻ റിപ്പോർട്ട് തരാനും പാർഷ്യൽ ഒക്കുപ്പൻസി കൊടുക്കാനും പറ്റുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണം നിൽക്കുന്നതെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ വഴിയാണ് അവർ അപേക്ഷിക്കേണ്ടത്. അവിടെ നമുക്ക് ഈ സിസ്റ്റം, ഈ ഫയൽ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പൂർത്തീകരിച്ച ഭാഗത്തിന് നമുക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയും, പാർഷ്യൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇനി പൂർത്തീകരിക്കാനുള്ള ഭാഗത്തിന് ഒരു ബിൽഡിംഗ് പെർമിറ്റ് അവിടെ ജനറേറ്റ് ചെയ്ത് വരും. പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം സർവീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്നത് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസ് എന്നാണ്. അപ്പൊ ആദ്യത്തേത് നമുക്ക് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ ആയിരുന്നു. 2 പോസ്റ്റ് പെർമിറ്റ് നൽകിയതിനു ശേഷമുള്ള എല്ലാ തരത്തിലുള്ള അപ്രൂവൽസും നമ്മൾ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസിലൂടെയാണ് നടത്തുക. ഒന്ന് സെൽഫ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പെർമിറ്റുകളെ സംബന്ധിച്ചിട്ട് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നൽകേണ്ടത് ഈ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസിലെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാം ആ പ്രധാനപ്പെട്ട പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ എന്ന് പറയുന്നതാണ് കംപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീഷൻ റിപ്പോർട്ടാണ് തരിക. ആദ്യമേ ഒക്കുപ്പൻസിക്ക് വേണ്ടിയിട്ടാണ് കംപ്ലീഷൻ റിപ്പോർട്ട് തരിക. അപ്പോൾ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള കംപ്ലീഷൻ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യാം. അടുത്തത് ഒക്കുപ്പൻസി ഫോർ പാർഷ്യൽ കംപ്ലീഷൻ. ഒരു കെട്ടിടത്തിന്റെ ഭാഗം ഭാഗികമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് പാർഷ്യൽ കംപ്ലീഷൻ ആണ് കൊടുക്കാൻ കഴിയുക. ബാക്കിയുള്ള ഭാഗത്തിന്റെ പെർമിറ്റ് അവിടെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രത്യേക സർവീസ് ആയിട്ട് നൽകുക പാർഷ്യൽ കംപ്ലീഷന് വേണ്ടിയിട്ട്. പിന്നെ ഒരു അപേക്ഷകനെ സംബന്ധിച്ചിട്ട് ലൈസൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏത് സാഹചര്യത്തിൽ വേണേലും ആ പെർമിറ്റ് സൂപ്പർവൈസ് ചെയ്യുന്ന ആ നടപടിയിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെ ഒഴിവാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവായ വിവരം അറിയിക്കുന്നതിനുള്ള സ്ക്രീനാണ് ലൈസൻസി വിത്ഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസൻസിനെ സംബന്ധിച്ച് ലൈസൻസിക്ക് ഈ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വയലേഷൻ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് സെക്രട്ടറിയുടെ മുമ്പാകെ അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇന്റിമേഷൻ വയലേഷൻ എന്നുള്ളതിൽ വെച്ചിട്ടുള്ളത്.
പിന്നെ നമുക്കറിയാം പെർമിറ്റ് എടുത്തതിന് ശേഷം പല കാരണങ്ങളാൽ പ്ലാനിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ, അത് സൈറ്റ് പ്ലാനിലാണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിംഗ് പ്ലാനിലാണെങ്കിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ വ്യത്യാസം അറിയിച്ചിട്ട് ഒരു റിവൈസ്ഡ് ഡ്രോയിങ് കൊടുത്ത് അതിന് ഒരു പെർമിറ്റ് എടുക്കാൻ ഉള്ള ഇത് നമ്മൾ 59-ാം ചട്ടത്തിൽ റൂൾ 18 പറയുന്നുണ്ട്. അതിനുള്ള സാഹചര്യമാണ് ആ റിവിഷൻ പെർമിറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ടവർ ഉണ്ട്. നമുക്കറിയാം അതിന് നമുക്ക് ഇന്റിമേഷൻ മാത്രം മതി. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന്റെ ഇന്റിമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കംപ്ലീഷൻ എടുക്കേണ്ടതുണ്ട് അവർക്ക്. അതിന് ആണ് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന്റെ ഒക്കുപ്പൻസിയും കംപ്ലീഷനും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റിമേഷൻ എന്നുള്ള സ്ക്രീനിലാണ് ഒന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന്റെ ഇന്റിമേഷൻ മാത്രമാണ് നമുക്ക് ലൈസൻസിയുടെ സ്ക്രീനിൽ ലൈസൻസി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. ബാക്കിയൊന്നിനും നമുക്ക് വേറെയും ഇന്റിമേഷൻസ് ഉണ്ട്. അവിടെ ഒന്നും ലൈസൻസിക്ക് റോളില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ലൈസൻസിയുടെ സ്ക്രീനിൽ ഇവിടെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന്റെ ഇന്റിമേഷൻ നൽകാനുള്ള ഓപ്ഷൻ മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇമ്പോർട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് അവിടെ ഉണ്ട്. ആ കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കെട്ടിട നിർമ്മാണ പെർമിറ്റ് നമ്മൾ സങ്കേതത്തിലൂടെ മാനുവലായിട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ പെർമിറ്റിനെ സംബന്ധിച്ചിട്ട് ഇനി ഏതെങ്കിലും പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസ് ഒത്തിരി എണ്ണം വരികയാണെങ്കിൽ അത് ആ പെർമിറ്റ് നമുക്ക് കേസ്മാർട്ടിലേക്ക് കൊണ്ടുവന്നാലാണ് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസ് നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള അപ്രൂവൽസ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അപേക്ഷിക്കുന്നതിനാണ് ഇമ്പോർട്ട് പെർമിറ്റ് എന്നുള്ളത്. അതിന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇമ്പോർട്ട് പെർമിറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത സ്ക്രീൻ ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പൗരന്മാരുടെ സീറ്റിലും അല്ല അവരുടെ ലോഗിനിലും ഉള്ളതാണ്. നിങ്ങൾക്ക് ആർക്കും കയറി നോക്കാവുന്നതാണ്. സ്ക്രൂട്ടിനൈസ്ഡ് ബിൽഡിംഗ് നോ യുവർ ലാൻഡ്, കെ മാപ്പ്, അതൊക്കെ നമ്മുടെ കേസ് മാർട്ടിലെ ബിൽഡിംഗ് പെർമിറ്റ് മൊഴികളുടെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. സ്പെഷ്യൽ റെഗുലേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ ഒരു CRSന്റെ ഏരിയ ആണോ അല്ലെങ്കിൽ അത് എയർപോർട്ടിനോട് ചേർന്നുള്ള ഏരിയ ആണോ അവിടെ എത്ര ഉയരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാം, അത്തരമുള്ള സാധ്യതയെല്ലാം അതിൽ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തന്നെ സിറ്റിസൺ ലോഗിൻ കയറിയാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ചെയ്ത് നോക്കാം. നമുക്ക് വിശദമായ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊക്കെ പോകാം. അപ്പൊ ഇത്രയും സർവീസുകളാണ് നമുക്ക് ലൈസൻസിയുടെ സ്ക്രീനിലുള്ളത്. ഇനി ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ സിറ്റിസൺ ആണ് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്കറിയാം ലൈസൻസിയുടെ സഹായമില്ലാതെ തന്നെ സിറ്റിസന് ചില സർവീസുകൾ എടുക്കാം. ആ സർവീസുകളെല്ലാം നമ്മൾ സിറ്റിസന്റെ ലോഗിനിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ള മെനു എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽസിലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ലൈസൻസിയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ്, നമ്മൾ പിന്നെ പെർമിറ്റ് എടുത്തിരിക്കുന്ന സ്ഥലം വിറ്റാൽ അറിയിക്കാനുള്ള സ്ക്രീനാണ്. അറിയിച്ച് അനുമതി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സ്ക്രീൻ. പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റ്, അതായത് ഒരു പെർമിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിന്റെ കാലാവധി ദീർഘിപ്പിച്ച് കിട്ടണം. കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലൈസൻസിയുടെ പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യവും വരുന്നില്ല, ഒരു റോളും വരുന്നില്ല. ദീർഘിപ്പിച്ച് നൽകണം എന്നുള്ള അപേക്ഷ, അതിന്റെ അപേക്ഷ ഫീസും പെർമിറ്റ് ഫീസും മാത്രം അടച്ചാൽ മതി. ആ നിശ്ചിത നിരക്കുള്ള ഫീസ് അടച്ച് അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലെ അല്ല. എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റിന്റെ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം നമ്മൾ ചെയ്തിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റിന് 10% പെർമിറ്റ് ഫീസിന്റെ 10% അടച്ച് അപേക്ഷ തന്നു കഴിഞ്ഞാൽ ആ പെർമിറ്റ് എക്സ്റ്റെൻഡഡ് ആവുന്നതാണ്, ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡഡ് ആവും. അതുകൊണ്ട് ഇതിലൊരു അപേക്ഷ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അവിടെ ഇനി നിങ്ങൾ ഫീൽഡിൽ പോയി പരിശോധിക്കാനായിട്ട് ആരെയും പറഞ്ഞുകൊണ്ടൊന്നും വേണ്ട. ആ ഫീൽഡിൽ പോയി പരിശോധിച്ച് അവിടെ ചട്ടലംഘനം ഉണ്ടോ, അവർ വിറ്റിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അവിടെ എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അവിടെ മാത്രമാണ് നമ്മൾ മാപ്പിംഗ് നടത്തിയിട്ടുണ്ടാവുക. വേറെ ആരുടെ സ്ക്രീനിലേക്കും അത് വരത്തില്ല. അവർക്ക് അവിടെ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. പിന്നെ 150 m² താഴെയുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ച് നമുക്ക് ലൈസൻസിയുടെ ഒപ്പില്ലാതെ തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ലൈസൻസിന്റെ സ്ക്രീനിൽ, ഓണറുടെ സ്ക്രീനിൽ, അതായത് ആപ്ലിക്കന്റിന്റെ സ്ക്രീനിലാണ് വെച്ചിട്ടുള്ളത്. അവർക്ക് അവിടെ ലൈസൻസിയുടെ സേവനം ആവശ്യമില്ല. ലൈസൻസിയെ ഒരു പുതിയ ലൈസൻസിയെ വെക്കണം. പഴയ ലൈസൻസിയെ ഒഴിവാക്കിയിട്ട് പുതിയ ലൈസൻസിയെ വെക്കാൻ 2 ഓപ്ഷൻസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ലൈസൻസിയെ വെച്ചിട്ട് ആദ്യമേ നിലവിലുള്ള ലൈസൻസിയെ ഒഴിവാക്കുക, അതിനുശേഷം ആഡ് ന്യൂ ലൈസൻസിയെ വെച്ചിട്ട് അത് ചെയ്യാം. ഇത് രണ്ടും സങ്കേതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സെക്രട്ടറിക്ക് ഇതിനകത്തൊന്നും ഒരു റോളുമില്ല. സെക്രട്ടറിയുടെ ആവശ്യം ഇവിടെ ഇല്ല, ഓഫീസിലെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം നമ്മൾ അറിയുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. അടുത്ത ഇന്റിമേഷന്റെ സ്ക്രീനാണ്. ഇന്റിമേഷന്റെ സ്ക്രീനിൽ എർത്ത് വർക്കിന്റെ കംപ്ലീഷൻ ആണ്. അത് റൂൾ 10 പ്രകാരമുള്ള എർത്ത് വർക്കിന്റെ കംപ്ലീഷൻ വരുന്ന സാഹചര്യത്തിലാണ്. ഇല്ല, അതിപ്പോ എടുക്കണ്ട അനുവേ, അപ്പുറത്ത് എടുത്താൽ മതി. അതിനായിട്ടുള്ളതാണ്. അത് അപേക്ഷന്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ തന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞു നോ യുവർ ലാൻഡും കെ മാപ്പ് ഒക്കെ അവിടെ ഉണ്ട്. കെ മാപ്പ് നമ്മുടെ പരിസരത്തോടെ പെർമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. നിങ്ങൾ സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മതി പിന്നീട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇതിൽ തന്നെ അവേഴ്സ് എന്നുള്ള ഒരു ഇതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ബിൽഡിംഗ് പെർമിഷൻസിൽ നിന്നായിരുന്നു നമ്മളിപ്പോൾ ആദ്യം കണ്ട കാര്യങ്ങളെല്ലാം എടുത്തത്. ഒരു സിറ്റിസൺ പിന്നെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പൊടികൾ ഉള്ളതെല്ലാം ഇടതുവശത്ത് കാണിക്കുന്നുണ്ട്. ഇടതുവശത്ത് അതെല്ലാം കൂടാതെ അതേഴ്സ് എന്നുള്ള ഒരു മെനു താഴെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടും. ആ കാർഡിൽ ഇന്റിമേഷൻ
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റിമേഷൻ ടെമ്പററി ഹട്ട്സ്, ഷെഡ്സ്, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നാണ് SFR എന്ന് ഉപയോഗിച്ച് ചുരുക്കെടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. SFR ബിൽഡിംഗ്സ് അപ് ടു 100 m². നമുക്കറിയാം അത് കാറ്റഗറി 2 പഞ്ചായത്തുകളിൽ 100 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചിട്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഇല്ലാതെ തന്നെ അവർക്ക് നിർമ്മാണം നടത്താം. അവിടെ പിന്നെ പഞ്ചായത്തിനെ അറിയിക്കണമെന്ന് യാതൊരു നിയമവ്യവസ്ഥയും ഇല്ല. പഞ്ചായത്തിനെ അറിയിക്കണമെന്നുള്ള നിയമവ്യവസ്ഥയില്ല. എന്നാൽ അവർക്ക് NOC വാങ്ങണമെന്നുമില്ല. അപ്പൊ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ചില സ്ഥലങ്ങളിൽ അറിയിച്ച് നിങ്ങൾ NOC കൊടുക്കും, ചില സ്ഥലങ്ങളിൽ അറിയിക്കാറില്ല, NOC കൊടുക്കാറില്ല, നേരിട്ട് കംപ്ലീഷനിലേക്ക് വരികയാണ്. അപ്പൊ അത് ഏത് സാഹചര്യം ഉണ്ടെങ്കിലും അത് അവിടെ നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചട്ടപ്രകാരം നമുക്ക് ഇതിനൊരു പെർമിറ്റ് ആവശ്യമില്ല. പക്ഷെ എന്താണ്, ഈ കെട്ടിടം പണിയുന്ന ആളെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ബാങ്കിൽ ഒരു അപേക്ഷ കൊടുക്കേണ്ടി വന്നേക്കാം. ആ ബാങ്കിൽ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും ബാങ്ക് മാനേജർക്ക് അറിയണമെന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ബാങ്ക് മാനേജർ അവിടെ ഇരിക്കുന്നത്. അവർക്ക് അവിടെ അവരുടെ ഫയലിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള പെർമിറ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വാങ്ങിച്ചിട്ട് വരാൻ പറയും. അത് പഞ്ചായത്തിൽ നിന്നും എഴുതി വാങ്ങിയ ഒരു കടലാസ് കൊണ്ടുവരാൻ പറയും. ആ കടലാസ് കൊണ്ടുവരുമ്പോൾ അപേക്ഷ വരുമ്പോൾ നമ്മൾ അവർക്ക് നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഇതൊന്നും തരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. നമ്മൾ പൗരന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. അപ്പൊ അവിടെ അവരോട് നിയമ പ്രസംഗം നടത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഏതൊക്കെയോ ഗ്രൂപ്പുകളിൽ പിന്നെ നിങ്ങളെല്ലാം ഉൾപ്പെട്ട ഗ്രൂപ്പുകളിൽ ചില കമന്റുകളൊക്കെ കണ്ടു. അപ്പൊ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കേസ് മാർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുകയാണ്, കേസ് മാർട്ടിലുള്ളവർക്ക് ഇത് അറിയാമെന്നല്ല വെച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ധാരണയുണ്ട്. നന്നായി പെർമിറ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരുന്ന് ഇത് തയ്യാറാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ NOC ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. ചട്ടത്തിൽ വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ എന്ന് പറയുന്നത് കെട്ടിടം നിർമ്മിക്കുമ്പോഴുള്ള നിയന്ത്രണ വ്യവസ്ഥകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതല്ലാതെ പൗരന്റെ സേവനങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ. അതുകൊണ്ട് ആണ് ആ ഓപ്ഷൻ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ അവർക്ക് പെർമിറ്റ് ആവശ്യമില്ല എന്നുള്ള സാക്ഷ്യപത്രം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് മൂവ്മെന്റ് പെർമിറ്റ് ഫോർ ഓർഡിനറി എർത്ത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ ILGMS ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓർഡിനറി എർത്തിന്റെ മൂവ്മെന്റ് പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സ്ക്രീനാണ്. അവിടെ നമുക്ക് പെർമിറ്റ് വേണം. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ്മെന്റ് പെർമിറ്റ് അനുവദിക്കാൻ കഴിയുള്ളൂ. അവിടെ ആ മൂവ്മെന്റ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ ആവശ്യമായ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി സമർപ്പിച്ചാൽ നമുക്കത് ഓഫീസിൽ സാധാരണഗതിയിൽ തന്നെ പ്രോസസ് ചെയ്ത് നിങ്ങൾ എന്താണോ ILGMS ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ചെയ്തിട്ടുള്ള സാധ്യതയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.